ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം എന്ന് പറയുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റാണ്. ഞാൻ ഓൾറെഡി ചട്ടി വെച്ച് ചൂടായി അതിലേക്ക് കരിവേപ്പിൻ്റെ ഇലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം, എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. രണ്ട് വലിയ ഉള്ളി ഉണ്ടാവും, അത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഉള്ളി വേവുന്നിടത്താണ് നമ്മളെ കറിയുടെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് ഒരു വലിയ തക്കാളിയും പിന്നെ ഒരു തക്കാളിയുടെ പകുതി. ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ, എന്നിട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒന്ന് അരൂത്ത് നീക്കിയ ശേഷം ആ നടുവിലിത്തിരി ഓയിൽ വരും. അവിടേക്ക് നമുക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇവിടെ ഞാൻ മുളകും പൊടി ഉപയോഗിക്കണേ കേട്ടോ. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു പച്ച മണം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്നായിട്ട് യോജിപ്പിക്കാം. ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഈ മസാല ഒക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊതിഞ്ഞ് ഒരടപ്പ് വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, തീ കൂട്ടരുത്, ചെറിയ തീയിൽ കിടന്ന് വേവണം. അവിടെയാണ് നമ്മളെ ഫുഡിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഞാൻ ഈ പറയുന്ന ടിപ്സൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ മുളക് പൊടി ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. കുരുമുളക് പൊടിയുടെ നല്ല ഫ്ലേവർ ഉണ്ടാവും, അല്ലാണ്ട് എരിവൊന്നും ഉണ്ടാവില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മളെ റോസ്റ്റ് റെഡി ആയിട്ടിട്ട് നല്ല ചൂട് ചോർക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.